ഏതാനും വർഷങ്ങൾക്ക് മുൻപ് യാത്രക്കാരുടെ മനസ്സിൽ ഭീതിയുടെ തീ കോരിയിട്ടിരുന്ന സ്ഥലമായിരുന്നു അങ്കില് ദുമുശന ഗ്രാമം. അധികം ജനവാസമില്ലാതെ ശുഷ്കിച്ചു മുടിഞ്ഞ ഒരു കൊച്ചു ഗ്രാമം. കൊള്ളക്കാരുടെ സാന്നിധ്യമായിരുന്നു ഈ ഗ്രാമത്തിൻ്റെ ദയനീയ സ്ഥിതിക്ക് കാരണം. ഇന്ന് അതൊരു വ്യത്യസ്ത ഗ്രാമമാണ്. 2024 മുതലാണ് ഞങ്ങൾ ഈ ഗ്രാമം സന്ദർശിച്ചു തുടങ്ങിയത്. അൻസികേത പള്ളിക്കാരുടെ നേതൃത്വത്തിൽ ചെറിയൊരു പ്രാർത്ഥനാ സമൂഹം അവിടെ രൂപീകരിക്കപ്പെട്ടു. ഞായറാഴ്ചകളിൽ പുളിമരത്തിന് കീഴിൽ അവർ ഒരുമിച്ച് കൂടി. പ്രാർത്ഥിക്കുന്നവരുടെ എണ്ണം അധികം ആയിട്ടില്ലെങ്കിലും അവിടെ ഒരു പള്ളിയും സ്കൂളും തുടങ്ങുന്നത് നല്ലതാണെന്ന് ഞങ്ങൾ ഉറപ്പിച്ചു. കേരളത്തിൽ നിന്നും ഒരു സഹായഹസ്തം നീണ്ടുവന്നപ്പോൾ ഞങ്ങൾ ചെറിയൊരു പള്ളിക്ക് തറക്കല്ലിട്ടു. ഒരു ക്രൈസ്തവ പശ്ചാത്തലം ഇല്ലാതിരുന്ന ഗ്രാമമായതുകൊണ്ട് എനിക്ക് അല്പം ആശങ്കയുണ്ടായിരുന്നു. എന്നാൽ നല്ലവരായ ഗ്രാമീണർ സഹകരിച്ചു. പണി പുരോഗമിക്കുന്നതിനിടയിൽ ഗ്രാമപ്രസിഡന്റ് ഞങ്ങളോട് ഒരു അപേക്ഷ വെച്ചു. പള്ളിയുടെ പണി തീരാൻ കാത്തിരിക്കാതെ ഈ അധ്യയന വർഷത്തിൽ തന്നെ ഞങ്ങളുടെ കൊച്ചുമക്കൾക്കായി ഒരു വിദ്യാലയം തുടങ്ങണം. പല പ്രാവശ്യത്തെ കൂടിച്ചേരലുകൾക്ക് ശേഷം അവർ തന്നെ ഒരു താൽക്കാലിക ക്ലാസ് റൂം ശരിയാക്കാമെന്ന് വാഗ്ദാനം ചെയ്തു. ചെറിയൊരു കുടിലും ഒരുക്കി തന്നു. അങ്ങനെ ഒക്ടോബർ 6-ാം തീയതി വിശുദ്ധ കുർബാനയോടുകൂടി പുതിയൊരു കാർമൽ സ്കൂൾ ഈ കൊച്ചു ഗ്രാമത്തിൽ തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് കൊള്ളയ്ക്ക് കൂട്ടുനിന്നവർ അല്ലെങ്കിൽ യഥാർത്ഥ കൊള്ളക്കാരായിരുന്നവരാണ് അവിടുത്തെ പള്ളിക്ക് വേണ്ടി ഈ കല്ലുകൾ ചുമന്നു വരുന്നത്. ഭീകരന്മാർ ആയതുകൊണ്ടല്ല ഇവർ കൊള്ളക്കാരായത്. സാഹചര്യങ്ങൾ അവരെ അങ്ങനെ ആക്കിയതാകാം. ആധ്യാത്മികവും മാനസികവുമായ പ്രകാശത്തിന്റെ അഭാവം നന്മകളെക്കുറിച്ച് സ്വപ്നം കാണുവാൻ അവരെ തടസ്സപ്പെടുത്തിയിരിക്കാം. ഇന്നവർ പള്ളിയും പള്ളിക്കൂടവും ആഗ്രഹിക്കുന്നുണ്ട്. മുൻപ് ഹൈവേയിൽ കൂടി പോകുമ്പോൾ നിർവികാരത്തോടെ എന്നെ നോക്കിന്നിരുന്ന കുഞ്ഞുങ്ങൾ ഇന്ന് ഏതു വണ്ടിയുടെ സ്വരം കേൾക്കുമ്പോഴും മോപ്പേര അല്ലെങ്കിൽ അച്ഛ എന്ന് വിളിച്ചോടുന്നുണ്ടെന്ന് അവിടുത്തെ ഒരു കാരണവർ പറഞ്ഞു കേട്ടു. ഈ കുഞ്ഞുങ്ങൾക്ക് വെളിച്ചവും വിദ്യയും ലഭിച്ചാൽ ഇനി അവിടെ ഒരു കൊള്ളക്കാരൻ വഴിയാത്രക്കാരെ കഷ്ടപ്പെടുത്തുവാൻ ഉണ്ടാകില്ല. നിങ്ങൾ ലോകത്തിന്റെ പ്രകാശമാണ്. മലമുകളിൽ പണിതുയർത്തിയ പട്ടണത്തെ മറച്ചുവെക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞ ഈശോ ഒന്നുകൂടി കൂട്ടിച്ചേർത്തു. അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സൽപ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. ഇതുപോലെ മുൻകാലങ്ങളിൽ വഴിയിൽ തടയപ്പെടുന്നവരുടെ പേടി സ്വപ്നമായിരുന്ന ഈ കൊച്ചു ഗ്രാമം അവിടെ വസിക്കുന്നവർക്കും അതിലെ കടന്നു പോകുന്നവർക്കും ഒരു ആശ്വാസ കേന്ദ്രമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മഡഗാസ്കറിൽ നിന്നും ഫാദർ ജോൺസൺ തളിയത്ത്.